മുൻ മുഖ്യമന്ത്രി വൈ.എസ്. ജഗൻമോഹൻ റെഡ്ഡിയുടെ കാലത്ത് തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തെ പ്രസാദമെന്ന നിലയിൽ 1,00,000 വ്യാജ ലഡ്ഡു അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് സമ്മാനമായി അയച്ചുവെന്നാണ് ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാൺ ഒരു ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് ശരിയാണെങ്കിൽ ഏറെ ഗുരുതരമായ പ്രശ്നമായി ഇത് വരും ദിവസങ്ങളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. തിരുപ്പതിയിൽ പ്രസാദമായി വിതരണം ചെയ്യാൻ കരാറെടുത്ത ഒരു കമ്പനി ശുദ്ധമായ നെയ് ചേർക്കാതെ രാസവസ്തുക്കൾ ചേർത്ത് ലഡ്ഡു ഉണ്ടാക്കിയെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. വ്യാജ ലഡ്ഡു അയച്ചതുവഴി ഒരു ദേശീയ ആഘോഷത്തിന് കളങ്കം വരുത്തിയെന്ന് പവൻ പറയുന്നുണ്ട്. രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ സന്തോഷത്തിനിടയിൽ ഞെട്ടിക്കുന്നതാണ് ഈ സംഭവമെന്നാണ് പവൻ കല്യാൺ പറയുന്നത്. ക്ഷേത്രശുദ്ധിയെ കളങ്കപ്പെടുത്തുകയും വിശ്വാസികളെ വഞ്ചിക്കുകയും ചെയ്ത ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് നടത്തിയ പ്രവൃത്തിക്ക് പിന്നിലെ ഉദ്ദേശങ്ങളെ കുറിച്ച് സംശയമുണ്ടെന്നും കല്യാൺ പറയുന്നുണ്ട്. നെയ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പവൻ കല്യാൺ ഉറപ്പിച്ച് പറയുകയാണ്. പകരം വനസ്പതി അല്ലെങ്കിൽ പാം ഓയിൽ പോലുള്ള വെജിറ്റബിൾ കൊഴുപ്പുകൾ ഉൾപ്പെടെ 51.70 മുതൽ 60 ലക്ഷം കിലോഗ്രാം നിലവാരമില്ലാത്ത വസ്തുക്കളാണ് വിനിയോഗിച്ചത്. ഇത് വെറും മായം ചേർക്കൽ അല്ല എന്നാണ് പവൻ കല്യാൺ പറയുന്നത്.